ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട്? വെൽക്കം ബാക്ക് ടു അവർ സെക്കൻഡ് പാർട്ട്. അന്നത്തെ വീഡിയോയിൽ നമ്മളൊരു മെഗാ ബേസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ദിവസം തന്നെ നമ്മളൊരു വീടുണ്ടാക്കി. ഇതേടാ പുല്ല് ഇവിടെ പോയിട്ട് വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ വീട് അന്ന് നമ്മൾ കുറേ അടിപൊളിയാക്കിയതാണ്. ആരും കമൻ്റ് ഒന്നും ഇട്ടിട്ട് കണ്ടിട്ടില്ല. ഇതാണ് നമ്മുടെ വീട്. ചെറിയ നടുക്കുള്ള ഭാഗം പൊളിക്കണം. ഇനിയും നമുക്ക് പൊളിക്കാൻ ഇന്ന് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടല്ലോ, വേറെ ഒന്നല്ല ഗൈസ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, അതിനോട് കുറേ പ്ലാങ്ക്സ് ഉണ്ട് ഈ മരത്തിൻ്റെ ഇവിടെ കൂടുന്ന കുറേ പ്ലാങ്ക്സ്, ഒരു സ്റ്റാക്ക് കിട്ടിയിട്ട് എനിക്ക്. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അയൺ ഒപ്പിക്കണം. ഒരയണെന്നല്ല, കുറേ അയൺ ഒപ്പിക്കണം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്കൊരു തണൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാത്തും പോവായിരുന്നു. അപ്പോൾ നമുക്ക് ഡെസേർട്ട് ഭാഗത്തോട്ടേക്ക് പോകാം. അതിനും നല്ല ഗൈസ്, നമ്മളൊരു കാര്യം സൂക്ഷിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ ഈ പ്ലാങ്ക് എനിക്ക് കളഞ്ഞാൽ കുഴപ്പമേ ഇല്ല. ഈ പ്ലാങ്ക് കളഞ്ഞാൽ എനിക്ക് കുറച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇല്ല, എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ വരുന്ന വഴി മാർക്ക് ചെയ്തിട്ട് വരുന്നതല്ല. ഇവിടെ ഭയങ്കര വലിയൊരു സ്ഥലം. വരുന്ന വഴി മാർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലൊരു അതൊരു നല്ല കാര്യമാണ്. ഇപ്പോൾ ഇവിടുന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെ തുള്ളിപ്പോ ഇവിടെ 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 ഇങ്ങനെ ഓരോ സ്ഥലം കഴിഞ്ഞ് മാർക്ക് ചെയ്ത് പോകുന്നില്ലേ? നല്ല കാര്യമാണ്, നല്ല കാര്യമാണ്, നല്ല കാര്യം. ഇത് ഞാൻ മാർക്ക് ചെയ്ത് പോകുമ്പോൾ നല്ലതാണ്. എൻ്റെ വീട് അത്രക്കും ദൂരെയാണ്, അപ്പോൾ കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മാർക്ക് ചെയ്ത് പോകണം. പക്ഷേ ഞാൻ അന്ന് നിങ്ങളെ കൂട്ടാണ്ട് കയറി ഞാൻ അന്ന് കയറി നോക്കിയപ്പോൾ അന്ന് ഇവിടെ എന്തോ ഒരു സ്ഥലം ഞാൻ കണ്ടായിരുന്നു. ആ സ്ഥലത്തോടെ നമുക്ക് മാർക്ക് ചെയ്ത് പോയിക്കൊണ്ട് നമുക്ക് നമ്മളാ ഗുഹയിൽ തന്നെ കുറേ ഗുഹയുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് പോയാലും കുഴപ്പമില്ല. നമുക്ക് സാപ്ലിങ്ങും കിട്ടും, ഒരു കുഴപ്പമില്ല. എനിക്ക് സാപ്ലിങ്ങും കിട്ടും, അതിനനുസരിച്ച് മരം ഉണ്ടാക്കാം. അത്രയും തന്നെ എനിക്കൊരു വുഡ് ഇതുണ്ടാക്കാൻ പറ്റും. ഡീഫോറസ്റ്റേഷൻ ഇല്ല, തീർന്ന് ഞാൻ വീണ്ടും ഉണ്ടാക്കുന്ന പരിപാടി എനിക്കുള്ള പരിപാടി. അവിടെ ഇവിടെ ഇങ്ങോട്ടൊക്കെ ആയിരിക്കും. ഇവിടെ മാർക്ക് ഇവിടെയാണ് ഏറ്റവും മാർക്ക് ചെയ്യേണ്ട സമയം. ഇവിടെ മാർക്ക് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവിടുന്ന് ചമ്മൂന്നല്ലാണ്ട് വേറെ ഒരു കാര്യം എനിക്ക് പറയാം. കുറേ ദൂരം കഴിഞ്ഞ് മാർക്ക് ചെയ്താൽ മതി, വെറുതെ ഓരോ തീർപ്പുണ്ടല്ലോ. ഇങ്ങനെ മാർക്ക് ചെയ്ത് പോയാൽ മതി. എത്ര ഉണ്ട് ആ സ്ഥലം കണ്ട? ഈ സ്ഥലത്ത് ഞാൻ ആ സാധനം കണ്ട്. അതായത് ഈ ഗുഹ ആയിരുന്നു. ഇതാ ഗൈസ്, ഞാനിവിടെ എൻ്റെ ഇത് വെച്ചത്. ഇവിടെ എൻ്റെ ടോർച്ച് കുറേ ഇട്ട് വെച്ചിട്ട് ഇവിടെ ഞാൻ അന്ന് വന്നത് ഓൾറെഡി. അപ്പം നമുക്കിന്നിവിടെ നമുക്കിവിടെ കോള് കിട്ടും, കുറേ കിട്ടും. ഈ കോള് നമുക്ക് അത്യാവശ്യം ഗൈസ്. പിന്നെ നമുക്ക് കണ്ട അയൺ ഇപ്പം തന്നെ കിട്ടി, ഒരയൺ കിട്ടി. ഞാൻ സൂക്ഷിച്ച് പാതിലോട്ടെല്ലാം സൂക്ഷിച്ച് പോകണം ഗൈസ്, അല്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ചമ്മു. ഇവിടുന്ന് കുറച്ച് കിട്ടുന്നത്ര അയൺ എടുത്തിട്ട് നമുക്ക് പോവാം. അല്ലാണ്ട് നമുക്ക് അധികം ഇവിടെ നിന്നുണ്ടല്ലോ, ഉറപ്പായിട്ട് നമ്മൾ ചമ്മു. നമുക്കിപ്പോൾ തന്നെ 5 എണ്ണം കിട്ടിയതാ. ഇവിടെ രാത്രി ആവുന്നതിന് മുമ്പേ നമ്മൾ അധികം നിൽക്കാൻ പാടില്ല. കാരണം ഇങ്ങനത്തെ സാധനം വരുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ ചമ്മു. അപ്പോൾ നമുക്ക് കോള് കുറേ വേണം ഗൈസ്. നമുക്ക് ഇന്നൊരു ആർമർ സെറ്റാക്കാൻ പറ്റുമോ? വെറും വാചകടി മാത്രമേ ഞാൻ പറയും. കോൾ എടുത്തിട്ട് നമുക്ക് ഗ്ലോ സ്റ്റോൺ ഞാൻ വെക്കുന്നുണ്ടെന്ന് പറഞ്ഞിനി. അയൺ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്, കുറേ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ടോർച്ച് കണ്ടാൽ ഞാനിവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ഈ അയണെല്ലാം നിങ്ങളെ കാണിച്ചിട്ട് മൈൻഡ് ചെയ്താൽ മതി എന്ന് ഞാൻ വിചാരിച്ചത്. ഓക്കെ, ഇവിടെ കണ്ട അയൺ ഇത്ര ഇഷ്ടം
പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ കിട്ടും അയണ്. ഇപ്പം തന്നെ എനിക്ക് എത്ര കിട്ടി? അയൺ 9 കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഓക്കെ ഓക്കെ, ഇവിടുന്ന് കുറച്ചെടുക്കാം. വാ 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 വാ, എനിക്ക് കുറച്ച് കോൾ അത്യാവശ്യം കേട്ടോ. കോൾ ഞാൻ ഇവിടെ കുറേ അയ്യോ ഞാൻ പേടിച്ചു പോയി. വേഗം പെട്ടെന്ന് ഞാൻ പേടിച്ചു പോയി അവിടുന്ന്. ഭാഗ്യം. അയ്യോ ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. കോൾ അവിടുന്ന് കുറച്ച് കിട്ടിയിട്ടുണ്ടാവില്ലേ. ഇവിടെ കുറച്ച് വെയിലുണ്ട്, അത് കുറച്ച് നല്ലതാണ്. ഇവിടുന്ന് ഞാൻ പൊളിയോ വരും. ഞാൻ എടുത്തത് ഭാഗ്യം. ഓക്കെ, എടുത്തിട്ട് നമുക്ക് വേഗം എടുക്കാമല്ലോ. കിട്ടി കിട്ടി കിട്ടി. കോള് 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 കോൾ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് കേസ്. അതിനൊരു കുഴപ്പമില്ല, ഉണ്ടാവില്ല. ഇഷ്ടം പോലെ ഇവിടെ ഇറങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ അയൺ ഉണ്ടോ നോക്കട്ടെ ഗൈസ്. ഇവിടെ അയണില്ല, 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 ഇവിടെ ഇല്ല അയണ്. നമുക്ക് വേറെ പിടിച്ചാലോ? ഞാൻ ഇപ്പം അതിലോട്ടില്ല, എനിക്ക് ഇതിലോട്ട് പോയോ? ഇതിലോട്ടെല്ലാം ഞാൻ വന്നിട്ടുണ്ട്, കുറേ ഉള്ളതാണ്. ഇത് ഞാൻ വന്ന സ്ഥലമല്ലേ. കിട്ടിയ പോലെ ഉള്ളത് കൊണ്ടോണം പോലെ രാത്രിയാവാനേ നമുക്ക് പോവാം. ഉള്ളത് കൊണ്ടോണം പോലെ, ഉള്ളത് കൊണ്ടോണം പോലെ. അവിടെ പേഗോ ഒത്തു സ്ഥലം. അതാ മാർക്കണ്ട. ഞാൻ പറഞ്ഞില്ല, മാർക്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ വേറെ വഴിയിലോട്ടേക്ക് പോവാം. കണ്ട, ഓ ഭാഗ്യം മാർക്ക് ചെയ്യുന്നു. ഡെമോ ഹങ്കർ ലെവൽ ഭാഗ്യം. ഓ ഭാഗ്യം തന്നെടാ. എനിക്ക് മാർക്ക് ചെയ്ത് തിരിച്ചിങ്ങോട്ട് ഞാൻ വരാൻ ചെയ്യാം. എന്നിട്ട് തിരിഞ്ഞ് എനിക്ക് എടുക്കുകയും ചെയ്യാം. വേറെ ഒരു കുഴപ്പം എനിക്ക് റെഡിയില്ല. നോത്തിങ് കുഴപ്പം. നമുക്ക് വേഗം പോവാം. വീട്ടിലേക്ക് വേഗം പോയിട്ടില്ലേ. എങ്ങോട്ടേക്കാനു? ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തില്ല. അതാ 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 അതാ. ഓക്കെ, ഇവിടുന്നാണ്, ഇവിടെയാണ് ഞാൻ മാർക്ക് ചെയ്തത്. ഓക്കെ, ഇവിടെ ഞാൻ കയറിയിട്ട് ഇഷ്ടത്തുള്ളെല്ലാം കൊള്ളും. ഓക്കെ, ഇനി നമുക്ക് വേഗം പോവാം. ഒരു സോഡ് കയ്യിൽ പിടിച്ച് വെച്ചാൽ ഇവിടുന്ന് അവർ കൊല്ലാൻ സാധിക്കും. മാറും മാറും, സ്പീഡ് സ്പീഡ്. ഓ എൻ്റെ സ്ഥലമെത്തി കഴിച്ച്, എൻ്റെ സ്ഥലമെത്തി. ഇവിടെ ഓടിപ്പോകുമ്പോൾ കുറച്ച് സിമ്പിളായിട്ട് പോകാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഓടിപ്പോകുമ്പോൾ കുറച്ച് സ്പീഡ്. സ്ഥലമെത്തി. കുട്ടി സോംബി വന്നില്ല, വേഗം കിടന്നു. ഓ ഭാഗ്യം ഗൈസ്. എൻ്റെ മോനെ മാർക്ക് ചെയ്ത് എത്ര നന്നായി എന്നറിയാം. അല്ലെങ്കിൽ ഞാനിവിടെ ചുറ്റി കറങ്ങിയാണ് ഗൈസ്. അങ്ങനെയാണ് ഇതാ, നമുക്ക് ഇത്ര കിട്ടി. നമുക്ക് പോയിട്ട് നമുക്കിനി ഇവിടെ തുള്ളണം. തുള്ളിയുടെ നമുക്ക് ആദ്യം ഇവിടുന്ന് നമ്മുടെ 9 അയണാണ് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. നമുക്ക് ഇത് അങ്ങ് കളഞ്ഞേക്കാം. ഇത് കളഞ്ഞാൽ നമുക്ക് കുറച്ച് സ്പേസ് കിട്ടും. ഓക്കെ, കണ്ട ഇവിടെ തന്നെ കുറച്ച് സ്പേസ് കിട്ടും. ഇതാ ഇവിടെ മാത്രം നമുക്ക് വേണ്ട, നമുക്കധികം വേണ്ട. കണ്ട മരങ്ങൾ കുഴപ്പമാണ് എനിക്ക് ഇത്ര ഇപ്പം അത്ര ഒന്നുമില്ല. മരങ്ങൾ കുഴപ്പമാണ് എനിക്ക് ഇത്ര ഇല്ല. നമുക്ക് മരത്തിനൊരു കുഴപ്പവും അങ്ങനെ തോന്നിയിട്ടില്ല. എന്ന് വെച്ചാൽ മരം കുറേ ഇവിടെ കിട്ടും. ഇതാ ഇതിലൂടെ നല്ല തുള്ളിക്കഴിയാൽ മതി. ഇതിനകത്തുള്ള മരമല്ല, നമുക്ക് നമ്മുടെ മരത്തിന് കുഴപ്പമില്ല. മരത്തിന് കുഴപ്പമേ ഇല്ല. ഞാൻ കോള് കളയുന്നില്ല, കോൾ എടുക്കണ്ട. കണ്ട 9 അയൺ എനിക്ക് ഓൾറെഡി കിട്ടി. ഇതെടുക്കട 9 അയൺ കിട്ടിട്ട് 9. നമുക്ക് ഇന്നും ഇപ്പോഴും പോയാലോ? നമുക്കിപ്പോൾ പോയാൽ കിട്ടും തോന്നേ. നമ്മളിത് എൻ്റെ ചെസ്റ്റിൽ എന്തെല്ലാം ഉണ്ട്. ചെസ്റ്റിൽ ഞാൻ എൻ്റെ വേണ്ടാത്ത സാധനം എടുത്തോക്കട്ടെ.
വേണ്ടാത്ത എന്തല്ലോ ഇതെല്ലാം എന്താ മതി. ഓക്കെ അനക്ക് കുറച്ച് എന്ന് പറയുമ്പോൾ കുറച്ച് എടാ എനിക്ക് ഓ ഗൺ പൗഡറാ കോള് ഓ ന്യൂ റെസിപ്പി അല്ലേ. ഓക്കെ ഇതൊന്ന് ഒറ്റ മിനിറ്റ് സ്റ്റിക്ക് ഉണ്ടാക്കണ്ട എനിക്ക് കാര്യം. ബ്ലോക്ക് ഓഫ് കോൾ ഞാൻ വിചാരിച്ച ഒപ്സി കിട്ടിയിട്ടാണ്. ഇല്ല വുഡില്ല എൻ്റെ അടുത്ത് വുഡില്ല. എടുക്കട്ടെ ഇവിടുന്ന് വുഡ് കുറച്ച് എടുക്കണം. 5 കട്ടെ. ഒറ്റ മിനിറ്റ് ഞാൻ വേഗം സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് ഫോട്ടോ എടുക്കാം. സ്റ്റിക്ക് കുറച്ചുണ്ടാക്കട്ടെ. സ്റ്റിക്ക് ഇത്ര മതി. ഓക്കെ പിന്നെ ഞാൻ ബാക്കി കത്തിച്ചിട്ടോ. കത്തിക്കുന്നതിനൊരു കുഴപ്പമില്ല. എനിക്ക് അതിൻ്റെ ഒരു കുഴപ്പമാണ് എനിക്ക് ഇതുവരെ തോന്നൂല. ഓക്കെ ഞാൻ കുറേ പ്രിപ്പയർഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഫുള്ള് പ്രിപ്പയർഡ് ആയിട്ടുണ്ട്. നമുക്ക് ഇന്ന് അയൺ ആർമർ ഫുള്ളി പ്രിപ്പയർഡ് ആവാൻ കുറച്ച് പണിയാവും. അടി കിട്ടിയ അയൺ വെച്ചിട്ടില്ലേ ഞാനവിടെ ഒരു ബ്രെഡ് ഫാം ഉണ്ടാക്കട്ടെ. അല്ലെങ്കിൽ പറ്റൂല മോനെ പറ്റുന്ന പരിപാടിയാവില്ല. കിട്ടിയ അയൺ വെച്ചിട്ട് നമുക്ക് ബ്രെഡ് ഫാം ഉണ്ടാക്കാം. 9 അയൺ വെച്ചിട്ട് 9 അയൺ വെച്ചിട്ട് കിട്ടുന്ന സാധനം വെച്ചിട്ട് ഒരു ബക്കറ്റ് ഒരു ബക്കറ്റ് ഒറ്റ ബക്കറ്റ്. ഓക്കെ ഒറ്റ ബക്കറ്റും അങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ പണി ഇനി അടുത്ത പണിയെന്ന് വെച്ചാൽ റീലൊന്നും നടക്കുവാണ്ട. അയൺ ടൂൾസിന് എത്രയാണ്? അയൺ ടൂൾസിൻ്റെ റെസിപ്പി വന്നില്ലല്ലോ എനിക്ക്. ഓക്കെ ഇനി എനിക്ക് ഇവിടെ ഞാൻ ഹൂ വെച്ചിട്ട് സ്റ്റോണിൻ്റെ ഒരു ഹൂ ഉണ്ടാക്കണം. സ്റ്റോൺ എടുക്ക്. സ്റ്റോണിൻ്റെ ഹൂ എടുക്കട്ടെ. സ്റ്റോണിൻ്റെ ഹൂ ഓക്കെ സ്റ്റോണിൻ്റെ ഹൂ ഉണ്ടാക്കി. സ്റ്റോണിൻ്റെ ഹൂവും കൂടി ഉണ്ടാക്കി എൻ്റെ പരിപാടി അങ്ങ് തീർന്നു കഴിച്ചു. എൻ്റെ സ്റ്റോൺ ഹൂ ഉണ്ടാക്കി. ഇവിടെ ഫസ്റ്റ് ഫാം ഇവിടെ തന്നെ എനിക്ക് നിർമ്മിക്കാം. കുറച്ച് പിന്നെ ഇല്ല എനിക്ക് ലാഭ ആണെങ്കിൽ ഇവിടെ ഇങ്ങോട്ട് പോയ ഒരു ഇതും ഉണ്ട്, ലാവ പോണ്ടും ഉണ്ട്. അവിടെ ലാവ പോണ്ടല്ലോ ഒരു വലിയ കൊക്കയാണ്. ആ കൊക്കയിൽ പോയാൽ ലാവ പോണ്ടും കിട്ടും വാട്ടറും കിട്ടും. പക്ഷെ ഇവിടെ തന്നെ ഇൻഫിനിറ്റി വാട്ടർ ഉണ്ട്. നമുക്ക് എടുത്താൽ ഇതാ വീണ്ടും തിരിച്ചു വന്നാൽ ഇത് ഇത്രയേ ഉള്ളൂ. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ മാറി ഇത്ര മതിയില്ലേ ഏര് അത്ര മതി ഇത്രയും മതി എനിക്ക്. നമ്മളെല്ലാം അളന്നിട്ട് ചെയ്യുന്നതെന്നല്ല. എൻ്റെ വീടിൻ്റെ പണി നോക്കണം അളന്നിട്ടാണോന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് കണ്ട അപ്പം തന്നെ വെള്ളം വെച്ചില്ലെങ്കിൽ അത് ഉറപ്പായിട്ടുണ്ട്. അതിനടുത്ത് ഇത്ര സീഡ് ഉണ്ടായിരുന്നു. ആ സീഡെല്ലാം എങ്ങനെ ഇട്ടാൽ അറിയില്ല. ആ സീഡെല്ലാം വില്ല സാധനമാണ്. ഈ ചെടിയാണ്. ഈ ചെടീൻ്റെ വിൽതാണ്. ആ സീഡെല്ലാം കിട്ടും. ഇനി ഇവിടെ നമുക്ക് മറ്റേ ഇൻഫിനിറ്റി വാട്ടർ വേണ്ട. ഇവിടെ വേണ്ട. നമുക്ക് നടുക്കനുണ്ടാക്കാം. നടുവാണെന്നില്ല. ഇൻഫിനിറ്റി വാട്ടറില്ല. ഇതിന് വാട്ടർ കിട്ടാൻ കുറച്ച് ഇത് വേണം. പിന്നെ നമുക്ക് കുറച്ച് ബ്രെഡ് ഉണ്ടാക്കാനുള്ളത് അത്രയല്ലേ വേണ്ടു. എന്താ തുടങ്ങി കണ്ട. ഇതെടുക്കണം. പോയിട്ട് കുറച്ചും കൂടി വെള്ളം എടുക്കണം. എന്നിട്ട് നമുക്ക് കുറച്ചും കൂടി വെക്കണം. കുറച്ചും കൂടി വെള്ളം എടുക്കണം. നടുക്കും കൂടി വെക്കണം. ഓക്കെ കുറച്ചും കൂടി വെള്ളം എടുക്കണം. ഇത് ഇൻഫിനിറ്റി വാട്ടറാ. ലാവാണ് കുറച്ച് സീനാവുക. കാരണം ഇപ്പോൾ എല്ലാം തയ്യാറായിക്കോളും. ഇതിങ്ങനെ തയ്യാറാവാൻ തുടങ്ങിയല്ലോ. ഇവിടെ കുറച്ച് ഇതെല്ലാം ഉണ്ട്.
അയ്യോ അവിടെ പോട്ടെ. ഓക്കെ ഇതിപ്പോൾ ആയിക്കോളും. നമുക്ക് അവിടെ ഒരു സീഡ് ഉണ്ടെങ്കിൽ സീഡ് ഇല്ലല്ലോ എൻ്റെ അടുത്ത്. ഒറ്റ സീഡില്ല. നമുക്ക് സീഡ് ഇവിടുന്ന് കിട്ടുമോ? സീഡ് വേണമല്ലോ. ഇതൊന്നും സീഡ് കിട്ടൂല. സീഡ് വേണമെങ്കിൽ കുറേ നോക്കേണ്ടി വരും. സീഡ് 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 എവിടെ നിന്ന് കിട്ടും? സീഡ് ഇങ്ങനത്തെ വലുതെല്ലാം കിട്ടും. അല്ല ഇതിൽ നിന്ന് കിട്ടിയില്ല. ഇതിന്നെല്ലാം കിട്ടുന്ന അതല്ലായി. എങ്ങനെയാ കിട്ടാടാ സീഡ്? ഇല്ലല്ലോ കിട്ടുന്നില്ലല്ലോ. ഇല്ല കിട്ടുന്നില്ല. ഇത് കിട്ടാ ചിലപ്പോൾ ഇതിന്നായിരിക്കും കിട്ടുക. അതെന്നായിരിക്കില്ല കിട്ടുക. ഇതിന്നായിരിക്കും കിട്ടുക. ഇതിന്നായിരിക്കും കിട്ടുക. ഒരു സീഡിനോട് തപ്പിയിരിക്കണ്ട. ഇതിന്നായിരിക്കും കിട്ടുക ചിലപ്പോൾ. ഇതിന്നായിരിക്കൂലേ? കിട്ടിയില്ലല്ലോ. സാപ്പിളും കിട്ടുന്നുണ്ട്. അങ്ങനെ മുതിയതാ. ഗൈസ് ഓ ആരെന്നെ കൊന്ന്? അയ്യോ ഞാൻ ചത്ത്. സ്ഥലം കുഴപ്പമില്ല. ഞാൻ ഇവിടെ തന്നെ വരും. ആ ചത്തല്ലേ. അവിടെ ഇവിടെ നിന്നാടോ എങ്ങനെയാണ് കിട്ടാ? ആർക്കോ സീഡ് വേണടാ. സീഡ് എവിടുന്ന് കിട്ടാ? സീഡ് എവിടുന്ന് കിട്ടാടാ? സീഡ് കിട്ടുന്നില്ല. ഇതാണോ സീഡിൻ്റെ? സീഡ് കിട്ടുന്നില്ല. ഇത് ബ്രിഞ്ച് സാപ്പിളിങ്ങാ. സീഡല്ല എനിക്ക് വേണ്ട. സീഡ് എന്നാണ് കിട്ടാത്തത്? എന്നാറ്റു ഇതാ ഇതെല്ലാം സീഡും കിട്ടാം. ഇതാ കിട്ടി. ഒരു സീഡ് കിട്ടി. 2 സീഡ് കിട്ടി. ഇത് കിട്ടിയില്ല. ഇങ്ങനത്തെ വലുതിനെല്ലാം കിട്ടുമോ? ഇല്ല കിട്ടിയില്ല. കിട്ടി. കിട്ടിയില്ല. നമുക്കത്ര കിട്ടിയ സീഡ് കുറച്ച് കിട്ടണ്ടല്ല. ഇല്ല ഇത്ര ചെറുതിൽ നിന്നും കിട്ടൂല. വലുതെന്നെ കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇതല്ല ഇതിന്നെല്ലാം കിട്ടും. പക്ഷെ കിട്ടിയോ? 3 കിട്ടി. നമുക്ക് 3 വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. 3 കിട്ടും നമുക്കല്ലേ. നമ്മളെ വീട്ട് പൊളിക്കുമ്പം കിട്ടും ഗൈസ്. ഓഹോ അവിടെ ഉണ്ട് ഹോയ്. എൻ്റെ ഹോയ് കാണുന്നത്. ഇതിൻ്റെ പേരെന്താണ്? ഇതിൻ്റെ സ്റ്റോൺ ഹോയ് എന്നാണോ ഹോയ് എന്നാണോ? എനിക്കത് അറിയുന്നില്ല. ഇതല്ല ഇതാന്ന്. ഓക്കെ നമുക്ക് ഹുയിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് സീഡ് കുറച്ച് ഇവിടെ നട്ടേക്കാം. ഇവിടെ എന്താ നനിയ? ഇനി ഇവിടെ നനഞ്ഞാൽ ഇങ്ങനെ നനഞ്ഞോളൂ. ഇതാ ഇവിടെ തുള്ളുമ്പോൾ നനിയും. അയ്യോ തുള്ളുമ്പോൾ മറ്റേതല്ല. സോറി. ചിലപ്പോൾ ഇവിടെ ഇൻഫിനിറ്റി വാട്ടറൊക്കെ ഉണ്ട്. ഇവിടെ വേഗം വെച്ചിട്ട് നമുക്ക് പോകാം. രാത്രി നമ്മൾ അശി പണിയെടുക്കും. ഓക്കെ ഞാൻ പോട്ടെ. എന്നാലും ഞാൻ കിടന്നിറങ്ങാൻ പോകാം. ബൈ. നമ്മൾ 2ാമത്തെ ദിവസത്തെ എത്രാമത്തെ ദിവസം? 3ാമത്തെ ദിവസത്തേക്ക് അല്ല 6ാമത്തെ എത്രയും 6ാമത്തെ ദിവസം. നമ്മൾ 6ാമത്തെ ദിവസത്തെത്തി. അല്ല
5-ാമത്തെ ദിവസം എത്രാമത്തെ ദിവസം ഞാൻ നോക്കിയില്ല. ഇപ്പം ഇതെന്തായി ഇതിപ്പോൾ എന്താ ആവാത്തേ? അവിടെ വാട്ടർ ആവുന്നുണ്ട്. ഇവിടെ ആയി നമ്മളിങ്ങനെ തുള്ളുമ്പോൾ കണ്ടോ ഇത് മാറ്റിയതാവും. അപ്പം ഇത് ഇങ്ങനെയാവും. തുള്ളുമ്പോൾ നമ്മൾ തുള്ളാൻ പാടില്ല. ഇതാ അതിന് കുറച്ച് നേരം കഴിയണം. അല്ലല്ല അവിടെ ഞാനെന്നാ കളിക്കുന്നത് കണ്ടത്. ഓക്കെ ഇനി ആയിക്കോളൂ. ഇനി സാധാരണ ഇതല്ലോ അടിപൊളിയായിട്ട് ഉണങ്ങിയിട്ട് എല്ലാം ആയിക്കോളും. ഇനി എന്താ വെച്ചാൽ ചെയ്യേണ്ടത്, നമ്മൾക്ക് കുറച്ച് ഭക്ഷണം സെറ്റാക്കി നമ്മൾ ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് നമ്മളെ ഭക്ഷണം സെറ്റാവില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഞാൻ യഥാർത്ഥത്തിലൊരു കാര്യം പറയട്ടെ, നമ്മൾ കണ്ടതിട്ട് സത്യത്തിലൊരു കാര്യം പറയട്ടെ. സത്യമായിട്ടും ഞാൻ ഇവിടെ ഒരു ഇതുണ്ടാക്കി വെച്ചില്ല. ഇവിടെ കണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചതിന് ഇവിടെ ഞാനത് ആ ഫാം ഇവിടെ ഉണ്ടാക്കാൻ വെച്ചാണ്. പക്ഷെ അത് അപ്പോഴത്തേക്കന്നെ ഒന്നും ആയില്ല. അത്രേ ഉള്ളൂ ഞാൻ പറയൂ. ഇവിടെ ഇപ്പം സെറ്റ് ആയിക്കോളും. നമുക്ക് ബോണ് വേണം. കുറച്ച് ബോണ് കിട്ടും എങ്കിൽ അടിപൊളിയാണ്. ബോൺ മീൽ ചെയ്യാൻ ബോണ് കിട്ടുമെന്ന് ഇവിടെ കിട്ടാനാണ്. നമുക്ക് നമ്മളെ ഇത് തുടങ്ങാം. നമുക്ക് നമ്മളെ ജേണി തുടങ്ങാം. അപ്പോഴത്തേക്ക് തന്നെ അത് തയ്യാറായിക്കോളും. അതാ ഈ മാർക്ക് ചെയ്ത സ്ഥലത്തോട്ട് പോയാൽ മതി. ഞാൻ ആ പോണ്ട് കാണിച്ചിടാം. ആ പോണ്ട് ഞാൻ പിന്നെ കാണിച്ചിടാം. കാണിച്ചത് ഞാൻ മാർക്ക് ചെയ്ത സ്ഥലത്തോട്ട് അത് പോട്ട് ഇത് ഞാൻ പോണ്ട് ഒരു ഭാഗത്തിനും വെച്ച്. അയ്യോ അടിപൊളിയായിരുന്നേ. ചേടാ ഞാൻ ചേക്കാനല്ലോ പൊളി 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 പൊളി. പൊളി 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 പൊളി. ഓക്കെ ഞാനൊക്കെ ഓക്കെ തന്നെ പൊളിക്കാം. പൊളി 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 പൊളി. ഓക്കെ ഓക്കെ ഞാനിത് ഇത്രയും നേരം ഇവിടെ ഇരുന്ന് പണിയെടുത്താ. നമ്മൾ ഇത്രയും നേരം ഇവിടെ നിന്നിട്ട് പറഞ്ഞിട്ടാ. ഓക്കെ നമുക്ക് വേഗം പോവാം. വിടാം. അയ്യോ ഞാൻ കളിക്കുന്നത് വിടാം. തുള്ളി മര്യാദക്കുള്ളൂടെ മോണെ എന്താ കളിക്കുന്നത് മര്യാദക്കുള്ളി. അങ്ങനെ തന്നെ ഉള്ളണം കേട്ടാ. രണ്ടും പിന്നെ പറയാം. അമ്മ സബ്വേ സഫർ കളിക്കാനല്ല എന്നോട് പറഞ്ഞു. മര്യാദക്ക് തുള്ളാനാ. സബ്വേ സഫർ കളിക്കല്ലടാ മോനെ. സബ്വേ സഫർ കളിച്ചത് ഓരോ ആൾക്കാർക്കില്ല. നൂബ് കളിക്കുന്നത് നൂബില അടിപൊളി ഗെയിം കളിക്കുന്ന ആൾക്കാർ കളിക്കുന്നത് ഗെയിം. ഞാനൊരു നൂബാ. എന്നിട്ട് എന്നോട് വേഗം പൊട്ടി പാത്കൂടത്തുള്ളു. ഇവിടെ ഒരു മാർക്ക് അടിപൊളി മാർക്കിക്കല്ല. അതിനോട് 52 ടോർച്ചുണ്ട്. ഒരു കുഴപ്പമില്ല. ഒരു സ്റ്റാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സ്റ്റാക്കൊന്നും കിട്ടിയില്ല. ഓക്കെ നമുക്കെന്നാൽ നമ്മുടെ ജേണി നമ്മൾ പിക്കേക്സ് ഒരിച്ചിട്ടുള്ള ജേണി ഓടുക. അന്ന് ഇതിലോട്ട് പിന്നെ ഇതിലോട്ട് പോയില്ലേ. ഞാൻ വരാത്തന്നെ ഇതിലോട്ട് പോയില്ല. ഒറ്റ തുള്ളിൽ തുള്ളി. അബാൻഡഡ്. ഭയങ്കര വലിയൊരു അബാൻഡഡ് സ്ഥലമാണ്. അയ്യേ ഇതിലോട്ട് ഞാൻ വന്നതല്ല. നല്ലൊരു ടോർച്ചും കട്ടാലും കളഞ്ഞു. ഇതിൻ്റെ അടി പോട്ടെ. അടിയിൽ കണ്ട കേസ് ഇവിടെയാണ് ഞാൻ പറഞ്ഞ സ്ഥാനം. ഇവിടെ അമ്മാതിരി സ്ഥാനം. ഇതിലൂടെ ഞാൻ വരുന്നുണ്ട്. ഇവിടെ ടോർച്ച് മാർക്ക് ചെയ്യാൻ വേണ്ടി നോക്കട്ടെ. ടോർച്ച് ഇവിടെ ഡയമണ്ട്സിലുണ്ടാവാ. ഡയമണ്ട്സിന് സ്ഥലമായില്ല. നമ്മളെത്തിയില്ല.
ഓ അടിപൊളിക്ക്. ആ അവിടെ ഉണ്ടല്ലോ. നമുക്കിപ്പോൾ തന്നെ ഓരോ ഇതെല്ലാം ഉണ്ടാക്കാം. നമുക്ക് ഇന്ന് ഞാനൊരു ഇന്നൊരു അയേണിൻ്റെ ഒരു ഫുൾ ആർമർ ഉണ്ടാക്കിയ ഞാൻ ആ വീഡിയോ ആ സമയം വെച്ച് നിർത്തിയിട്ട് നമുക്ക് നെതറിലോട്ടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ്. ഞാൻ ബക്കറ്റ് ഉണ്ടാക്കിയല്ലോ, ഇനി എൻ്റെ കുഴപ്പമൊന്നുമില്ല. ബക്കറ്റ് ഉണ്ടാക്കിയോണ്ട് പിന്നെ ബക്കറ്റ് ഉണ്ടെന്ന് സൂക്ഷിച്ചോളൂ. ബക്കറ്റ് തന്നെ സൂക്ഷിക്കാൻ ഇപ്പം സൂക്ഷിക്കാൻ പറ്റില്ല. ബക്കറ്റ് തന്നെ അവർക്ക് പേടിയാവുന്നേ. സോഡ് കയ്യിൽ പിടിച്ചോ. സോഡ് കയ്യിൽ പിടിക്കുന്ന വളരെ ഒരു നല്ല കാര്യമാണ്. ഇവിടെ മഴ ക്ലോസ് ആക്കി. ഇവിടെ കോളിൻ്റെ നഗരമാണ്. എക്സ്പി ഇട്ടിട്ട് നഗരം പൊട്ടിട്ട് എനിക്ക് ഇപ്പോൾ ഈ അയൺ എടുക്കാൻ തന്നെ പേടിയാ. അവിടെ ഇഷ്ടം പോലെ. ഇങ്ങോട്ട് വാടാ. പോടാ എടാ. എനിക്കിപ്പോൾ എടാ ഞാൻ കുറേ കളിച്ചിട്ട് അടിപൊളിയായിട്ടാ. ഓക്കെ ഈ അയണിപ്പോൾ എടുക്കാം. നമുക്ക് അയണും കൂടി എടുക്കാം. ഈ അയണും കൂടി എടുക്കാം. എനിക്ക് പേടിയാവുന്നത്, ഭയങ്കര പേടിയാവുന്നുണ്ട് എനിക്ക്. പേടിയായിട്ട് ശരണമില്ല. ഞാൻ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുക. എടാ ഇതി കൊണ്ടുവന്ന് പേടിയാവുന്നേ. ടോർച്ചൊക്കെ പേടിയാവുന്നു. മര്യാദ കൂടെ ഉറപ്പിച്ചു. പേടിയായിട്ട് ഇല്ല. എന്നിട്ടോ അവിടെയാണ് ഞാൻ കണ്ടത്. നിങ്ങൾ പണി ഗോൾഡ് നമുക്ക് കണ്ടു. ഐ ആം നോട്ട് എ ചീപ്പ് മെൻ. ഇത്രേ ഉള്ളൂ. ഇവിടെ തന്നെ ഈ എക്സാക്സ് പൊട്ടുന്നല്ല ഞാൻ എടുക്കും. അമ്മത്താളി ഞാൻ പിക്കാക്സ് പൊട്ടുന്നല്ല മോനെ. ഈ കോൾ എനിക്ക് വേണ്ട. ചീത്ത കോള്. കോൾ എടുക്കാം. ഈ പിക്കാക്സ് പൊട്ടുന്ന സമയം ഉണ്ടാകും. ഓക്കെ ഈ കോളിൽ എടുത്തേക്കാം. ഇത്ര മതി കോള്. ഉള്ളത് കൊണ്ട് ഓണം പോലെ അല്ലേ? ഉള്ളത് കൊണ്ട് ഓണം പോലെ നമ്മളുണ്ട്. ഓണം പോലെ ടോർച്ച് എടുത്തോ. നമ്മളെ മെയിനായതും പിടിച്ചോ. ടോർച്ച് നമുക്ക് അത്യാവശ്യമാണ്. ടോർച്ച് ഇല്ലെങ്കിൽ ചത്തുപോകും എന്ന് പറയാൻ എന്ത് കോൺഫിഡൻസാ? ചത്തുപോയാലേ കോൺഫിഡൻസ് ഉണ്ടാകും. ഹാർട്ടിൽ എന്താ കോൺഫിഡൻസ്? നമുക്കെന്നാ നമ്മുടെ സ്ഥലം വിടാം. അയ്യോ എങ്ങോട്ടേക്ക്? ഇങ്ങോട്ടേക്ക്. അയ്യോ ഇങ്ങോട്ടേക്ക്. സോറി ഞാൻ പേടിച്ചു. അയ്യോ എങ്ങോട്ടേക്കായിരുന്നു? അയ്യോ എങ്ങോട്ടേക്ക്? അയ്യോ ഇങ്ങോട്ടേക്കല്ല. അയ്യോ എങ്ങോട്ടേക്ക്? അയ്യോ ഇങ്ങോട്ടേക്ക് പോകണ്ട. ഇങ്ങോട്ടേക്ക് അല്ലാണ്ട് സ്ഥലം ഒരേ സ്ഥലം തന്നെയല്ല. അയ്യോ ഇങ്ങോട്ടേക്ക്. അയ്യോ അങ്ങോട്ടേക്ക് പോകണ്ട. നമുക്കെന്നാ പോവാലോ. നമുക്ക് ബിംബു പോവാലോ. അയ്യോ ബ്ലോക്ക് ഓഫ് ബോൺ എടുക്കാമല്ലോ നമുക്ക്. ബ്ലോക്ക് ഓഫ് ബോൺ അടിപൊളിയാണ്. എന്നിട്ട് നമുക്ക് ബ്ലോക്ക് ഓഫ് ബോൺ വെച്ചിട്ട് തന്നെ പോവാം. ബ്ലോക്ക് ഓഫ് ബോൺ. എടാ ബ്ലോക്ക് ഓഫ് ബോൺ വെച്ചാൽ നമുക്ക് ബോൺ എടുക്കാൻ പറ്റൂലേ? അതിനാണ് വെറുതെ എന്തിനാ ഞാൻ ഇവിടെ നമുക്ക് ബ്ലോക്ക് ഓഫ് ബോൺ എടുത്തിട്ട് നമുക്ക് ബോൺ എടുക്കാൻ പറ്റില്ല. വെറുതെ ഞാൻ കഷ്ടപ്പെടുന്നു. ബ്ലോക്ക് ഓഫ് ബോൺ വെച്ചാൽ നമുക്ക് ബോൺ എടുക്കാം. അല്ല ആദ്യം ഇതെടുത്തിട്ട് നമുക്ക് വേഗം നമുക്ക് കയറണ്ടേ. നമുക്ക് ബിംബുവിന് പോകണ്ടേ. നമുക്ക് ബിംബുവിന് പോകണ്ടേ. നമുക്ക് ബിംബുവിന് പോകാമല്ലോ. നമുക്ക് ബിംബുവിന് പോകണം. ഈ ബ്ലോക്ക് ഓഫ് ബോൺ
ബ്ലോക്ക് ഓഫ് ബോൺ അത്യാവശ്യമാണ്. നമുക്ക് ബോൺ മീൽ ചെയ്യാൻ ബ്ലോക്ക് ഓഫ് ബോൺ മതി. നന്നായി പൊട്ടിക്ക്. നമ്മൾ ബുദ്ധിശാലി മാത്രം. ഓക്കെ, ഞാനിപ്പോൾ എടുത്തി. ഭാഗ്യം, ഞാൻ പേടിച്ചു കിട്ടാ. അമ്മാതിരി പേടി ഞാൻ പേടി. കത്തി എടുത്ത് നമുക്ക് കത്തി കയ്യിൽ പിടിച്ചിട്ട് നമുക്കൊന്ന് 17 കിട്ടി. അവിടെ ഗൈസ് നമ്മളിന്ന് ജയിച്ചു ആയി. ഞങ്ങൾ ജയിച്ചു. അതാ ചമ്മി. ഓ രാത്രിയില്ല, വേഗം പോ. വൈകുന്നേരം ചായ കുടിക്കാൻ പോണം. വാ പോലെ കൊടുത്തു. കണ്ട് ഞാൻ ഇങ്ങനെ പൊട്ടന്മാരം കളിക്കും. ഞാൻ നേരെ അങ്ങ് പോവൂ, അല്ലാണ്ട് ഞാൻ കളിക്കണം. എടാ സോറി, ഞാൻ അങ്ങോട്ട് പോകട്ടെ. ഞാൻ ഇങ്ങോട്ടല്ല വൈ എൻ്റെ പാസ്പോർട്ട് അങ്ങോട്ടേക്കല്ല, എൻ്റെ പാസ്പോർട്ട് ഇങ്ങോട്ടേക്കാ. എൻ്റെ വീട്ടിലേക്ക് വേഗം പോട്ടെ. എൻ്റെ ബോൺ മീൽ ഞാൻ കുറേ സാധനം കിട്ടി ഗേസ്. നമ്മൾ മൈൻക്രാഫ്റ്റിൽ പ്രോ ആയിട്ടുണ്ട് ഗേസ്, അടിപൊളി പ്രോ ആയിട്ടുണ്ട്. അങ്ങനെയുണ്ട്. എനിക്ക് ഗോൾഡ് വേണ്ട, എനിക്ക് ഐ ഡോണ്ട് വാണ്ട് ഗോൾഡ്. എനിക്ക് അങ്ങനത്തെ ഗോൾഡിൻ്റെ ശീലമൊന്നുമില്ല. അയ്യോ, എൻ്റെ മാർക്ക് ചെയ്ത സ്ഥലം പോയി. മാർക്ക് ചെയ്തത് എങ്ങോട്ടേക്കേനു? ഞാൻ മാർക്ക് ചെയ്തല്ലേ. ഇങ്ങോട്ടേക്കാ മാർക്ക് ചെയ്ത്. ഇതുവരെ എന്തിനാ ഗോൾഡ് എടുത്തിട്ടുണ്ട്? കിട്ടി, സ്ഥലം കിട്ടി. ഞാൻ പോട്ടെ സ്പൈഡറെ. എൻ്റെ വീടെത്തി, ഞാൻ പോട്ടെ. അനക്ക് പോകേണ്ട സമയമായി. ഓക്കെ, വേഗം വരും. എല്ലാം തയ്യാറായിട്ടുണ്ടായാൽ മതി. രാവിലെ എണീക്കുമ്പോഴത്തേക്ക് തയ്യാറായിട്ടില്ലെങ്കിൽ. ഓക്കെ, കടന്നു തുടങ്ങിക്കോ. ഗൈസ്, നമ്മളെങ്ങനെ ജയിച്ചു. അങ്ങനെയല്ലോ വീട്ടിലെത്തി. രാവിലെയായി. നമ്മൾ അവിടെ ഉണ്ടാക്കിയ ചിക്കൻ തയ്യാറായെന്ന് തോന്നുന്നു. ചിക്കൻ തയ്യാറായില്ലടാ. ചിക്കൻ തയ്യാറായാ? പിന്നെ കുക്കടി ചിക്കൻ അങ്ങ് തയ്യാറാവുണ്ട്. കുക്കടി ചിക്കനുണ്ട്. അല്ലെ ബോൺ മീൽ എങ്ങനെയാ? ഇതിവിടെ വെച്ചാൽ നമുക്ക് ഇല്ല, ബോൺ മീൽ ചെയ്യാൻ പറ്റില്ല. തിരിച്ച് ബോണാക്കാൻ പറ്റുന്ന എങ്ങനെയാ? അതെ കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഇതുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഞാൻ പറഞ്ഞതാ. ഇതെന്താ വൈറ്റ് ഡേ വേണ്ട, ഇങ്ങനെയുണ്ട്. ഞാൻ അടിപൊളിയാക്കില്ലേ. ഞാൻ പറഞ്ഞില്ലേ, ഉറപ്പാണ് ഇത് സംഭവിക്കേണ്ട സംഭവമാണ്. എനിക്കിതാദ്യം കടയിൽ നിന്നിട്ട് ഇത് പൊളിക്കും. എനിക്ക് വീറ്റും കിട്ടി, ഈ സീഡും കിട്ടും. ഇങ്ങനെയാണ് കളി. ഓക്കെ, ഇനി അങ്ങ് പോട്ട് എടുത്തു. വീറ്റ് കണ്ട, അയ്യോ വീറ്റ് കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. കുറച്ചും കൂടി വേണം വീറ്റ്. ആകെ ഒന്നേ കിട്ടിയിട്ടുള്ളൂ. 3 വീറ്റ് വെച്ചാലും ഒന്നും ഉണ്ടാക്കാൻ പറ്റൂ. നമുക്ക് അതിനുള്ള സ്ഥലത്ത് വെക്കാം. ഓക്കെ, അവിടെ ഒന്ന് കൊടുത്താ പിന്നെ പേടിച്ചു. എന്ത് സംഭവിക്കുന്നു? ഇവിടെ സീഡില്ലേ? സീഡ്. ഓക്കെ, ഞാൻ ഇനി അവരവിടെ നിന്ന് വളർന്നിട്ട് നമുക്കിത് നമ്മളെ ചെസ്റ്റ് കൊണ്ടുപോയി വെക്കാം അല്ലേ? ചെസ്റ്റ് കൊണ്ടുപോയി വെക്കാം. ഇനിയും കുറച്ചും കൂടി ചെസ്റ്റ് കൊണ്ടുപോയി വെക്കാം. ഇത് നമുക്ക് കുറേ ബ്ലോക്ക് ഓഫ് ബോൺ അവിടെ നിന്ന് കിട്ടിയിട്ടാണ്. ആ ചെസ്റ്റ് കൊണ്ടുപോയി വെക്കാം. നമുക്ക് ഈ 2 എണ്ണവും ചെസ്റ്റ് കൊണ്ടുപോയി വെക്കാം. ഓക്കെ, കുറച്ച് സ്റ്റാക്ക് എൻ്റെ ബാക്കിയുണ്ട്. ഇങ്ങോട്ട് പോ.
നമ്മളിങ്ങനെ അയൺ ടൂൾസ് ഉണ്ടാക്കാനുള്ള സമയമായിട്ടുണ്ട്. അങ്ങോട്ട് പോ, നിന്റെ സമയം ഇന്ന്. അല്ല ഇത് സോറി, ഇതല്ലേ പറഞ്ഞോ ഇങ്ങോട്ടേക്ക് പോകണ്ടേ. അയ്യേ ഇങ്ങോട്ടേക്ക് പോ. ഇന്ന് നമ്മുടെ സമയമായിരിക്കണു. നമ്മളെങ്ങനെ സോഡ് ഉണ്ടാക്കൂ. അല്ല ഇതല്ലേ അയൺ പിക്കാക്സ് ഉണ്ടാക്കൂ. പിന്നെ എന്താ ഉണ്ടാക്കാളെ, അയൺ ഷവൽ ഉണ്ടാക്കൂ. സോഡ് ഇതിനുണ്ടാക്കിയില്ലേ. ഹൊയ് വേണ്ട, ഹൊയ് നമുക്ക് സ്റ്റോൺ മതി. ഹൊയ് വേണ്ട, ആണോ വേണ്ട ഹൊയ്. ഗൈസ് നമ്മളെ കുട്ടാപ്പിയായി, നമ്മള് കുട്ടാപ്പിയായി കേട്ടോ. നമ്മളിപ്പോൾ അയണിട്ടിട്ട് ഇരിക്കും. കണ്ടോ നിങ്ങള്, അന്നെ കണ്ടതിന് കേട്ടു. നമുക്ക് കുറച്ച് വെയിറ്റ് അയണ് ഫുൾ ആവട്ടെ ഗൈസ്. അങ്ങനെ ഞാൻ അയൺ മെൽറ്റ് ചെയ്തിട്ട് അവിടെ മെൽറ്റ് ചെയ്തിട്ട് അത് അയൺ ഓറാക്കി. അല്ല അയൺ ഇങ്ങോട്ടാക്കി. എന്നിട്ട് ഞാൻ ഇതാ അയൺ ഇതും ഉണ്ടാക്കി, ആർമർ. പക്ഷേ എനിക്ക് ലെഗിൻസ് മാത്രം കിട്ടിയിട്ടില്ല ഗൈസ്. അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചിട്ടുണ്ടോ എൻ്റെ സാധനം? ഞാൻ കാണിച്ചിടാം. ഇതാ കണ്ടോ, ഇതാ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഇത്ര സംഭവിച്ചിട്ടുണ്ട്. ഓ സോറി ഗൈസ്, ഞാൻ അലക്സ് മാറ്റാൻ മറന്നു വെച്ചേ. അലക്സിനെ ഞാൻ മാറ്റാം. അലക്സിനെ ഞാൻ മാറ്റാം ഗൈസ്. എനിക്ക് ലെഗിൻസ് മാത്രം കിട്ടിയില്ല ഗൈസ്. ആ ഗൈസ് ഞാൻ പറഞ്ഞതിന് ഒരു ആർമർ സെറ്റ് ആവണം. ഓ കുറച്ച് മാത്രം ലെഗിൻസ് ഉണ്ടാവുന്നുണ്ട്. ആ ലെഗിൻസ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ലെഗിൻസിൻ്റെയും ഞാൻ അതിൻ്റെ ടൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ്ടോ ടൂൾസ് ഇതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബട്ട് എനിക്ക് ഒരു ലെഗിൻസ് മാത്രമില്ല. അതിന് നമുക്ക് നാളെ നമുക്ക് അയണിൻ്റെ ബാക്കി പരിപാടി നമുക്ക് നോക്കാം. അതാണ് നമ്മുടെ അയണിൻ്റെ ബാക്കി പരിപാടി നോക്കണം അയണ്. പിന്നെ ഞാനൊരു നെതറിലേക്ക് പോകാൻ വേണ്ടി അയണ് ഫുള്ള് സെറ്റായ ഞാൻ നെതറിലേക്ക്. അതെങ്ങനെയാ വെച്ചാൽ ലാവ പോണ്ടെന്ന് ലാവ എടുക്കും, വാട്ടർ ഇതെല്ലാം എടുത്തിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പം 2 ബക്കറ്റ് വേണ്ടി വരും. അതിനും അയൺ വേണം. അപ്പം അതന്നെ. യെസ് ഗായ്സ് അയൺ ലാവ ഗൈസ്. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടുന്ന് വെച്ച് തീർത്താണ്. നമ്മൾ ഇന്നൊരു ചെറിയ അയണ് ആർമർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഇന്ന് തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് സൺഷൈൻ ബൈ.